പി ശശി അടക്കമുള്ള, മുകേഷ് അടക്കമുള്ള, ഗണേഷ് കുമാറായിട്ടുള്ള നിങ്ങളുടെ മന്ത്രി അടക്കമുള്ള എത്രയോ ആളുകൾക്കെതിരെ ലൈംഗികാരോപണം നേരിട്ടപ്പോഴും ചേർത്ത് പിടിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് CPM എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത നേരിടുന്നത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം. വിവാഹിതയാണെന്ന കാര്യമുയർത്തി സദാചാര ആക്രമണം നടത്തി സൈബർ ഇടങ്ങളിൽ അഴിഞ്ഞാടുകയാണ് മാങ്കൂട്ടത്തിൽ അനുകൂലികൾ. നോക്കിക്കോണം അയാളുടെ ഓരോ നമ്പറുകൾ. ഞാൻ BJP-യിലായിരിക്കുന്ന സമയത്ത് ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തയാളാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്നവരാണ്. ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അവര് വളരെ ദീർഘകാലം ഒരുമിച്ച് തിരുവനന്തപുരത്തടക്കം താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് നേരിട്ട് അറിയുന്ന കുടുംബമായതുകൊണ്ട് തന്നെ ഒരു വിവാഹമോചനം കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് പേപ്പർ മൂവ് ചെയ്തിട്ട് പോലുമില്ല. അതിജീവിതയുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടും വിധം KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അവരുടെ ചിത്രങ്ങൾ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ പറക്കുകയാണ്. അതിനിടെ ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലെ പച്ചയ്ക്ക് ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് നേരിട്ടാലും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല. ഈ സൈബർ അറ്റാക്കിംഗ്, സൈബർ ലിഞ്ചിങ് എന്നൊക്കെ പറയുന്നത് അതിനെ ഒരിക്കലും കോൺഗ്രസ് ന്യായീകരിക്കുന്നില്ല, അത് ന്യായം പറയുന്നുമില്ല. അതിജീവിതയുടെ ഐഡന്റിറ്റി അത് പുറത്തു വിടാതിരിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഈ പറയുന്നത് പോലെ ഇതൊരു സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എത്രയോ ആളുകൾ, അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളവരായാലും അല്ലാതെയുള്ള ആളുകളാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനോട് എന്ത് പ്രസക്തി ഉണ്ട്? അതിനകത്ത് ഒരു വായ്മൂടി കെട്ടുക എന്ന് പറയുന്നത് കോൺഗ്രസ് അതിന് വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കും ഓരോ ഈച്ച് ആൻഡ് എവറി പേഴ്സണിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം കോൺഗ്രസിന് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ ആർക്കും അത് ഏറ്റെടുക്കുവാൻ സാധിക്കില്ല. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ഏറ്റെടുത്താൽ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാട് വന്നപ്പോൾ കോൺഗ്രസ് അത് ശക്തമായി തന്നെ അതിന്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അറിയാമോ? അറിയില്ല എന്നാ അറിയണം. അന്വേഷണം നേരിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അതിനൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ പാർട്ടി എടുത്ത നിലപാട് വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിനെ യാതൊരു വിധത്തിലും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണമെന്നുള്ള നിലപാടിൽ യാതൊരു വിധമായിട്ടുള്ള വെള്ളം ചേർക്കലും അന്നും ഇന്നും കോൺഗ്രസിനില്ല. എനിക്ക് വിരോധമൊന്നുമില്ല. പൊതുവിടങ്ങളിൽ, തെരുവുകളിൽ വെച്ച് അവർ പിച്ച ചീന്തപ്പെടുന്നില്ല, അവർ ആക്രമിക്കപ്പെടുന്നില്ല. പക്ഷെ സൈബർ ഇടങ്ങളിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിന് ഇരയാകുന്നത്. പക്ഷെ അത് അർത്ഥസമ്പൂർണ്ണമാം വിധം തെറ്റാണ്. അത് ശരി. കാരണം കേരളത്തിന്റെ പൊതുവിടങ്ങളിൽ, തെരുവോരങ്ങളിൽ വെച്ച് അതിക്രൂരമാം വിധം അധിക്ഷേപിക്കപ്പെടുന്നതിനും ആൾക്കൂട്ടാക്രമണത്തിന് വിധേയമാക്കപ്പെടുന്നതിനും തത്തുല്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഭീതിതമാണ് ഈ സൈബർ സ്പേസുകളിൽ നമുക്ക് നേരിടേണ്ട വരുന്ന ലക്ഷണമൊത്ത മോബ് ലിഞ്ചിങ് അഥവാ ആൾക്കൂട്ടാക്രമണം എന്ന് പറയുന്നത്. എനിക്കിതിരി ദണ്ണുണ്ട്. ഈ പറയുന്ന കോൺഗ്രസിന്റെ അഭിനവ നേതാവ്, ഇപ്പോഴും സംഘപരിവാർ പാളയത്തിൽ നിന്ന് പൂർണ്ണമായും കാൽ പോന്നിട്ടില്ലാത്ത ഈ ബഹുമാനീയനായ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന ചിത്രത്തിന്റെ ഉടമ ഈ സർവൈവർ തന്നെയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഉന്നയിക്കണമെങ്കിൽ എത്ര അധമമായ മനസ്സായിരിക്കണം ഈ വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാവിൻ്റെത്. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയരുത്. അദ്ദേഹം ലക്ഷണമൊത്ത യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റിന്റെ ശിഷ്യനാണ്, തർക്കമേതുമില്ല. അയാൾ ചൂണ്ടിക്കാട്ടിയ വഴിത്താരകളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളായിരിക്കാം അദ്ദേഹം. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ചിത്രം അത് സർവൈവറുടെ ആകുകയോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ, അത്തരം ഒരു ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ആ ചോദ്യം പോലും യഥാർത്ഥത്തിൽ സർവൈവർക്ക് നേർക്കുള്ള ബോംബ് ലിഞ്ചിങ്ങിന്റെ മാനസികാവസ്ഥയുടെ ഉൽപ്പന്നമല്ലേ? ഐഡിയ കൊള്ളാം, മനസ്സിലിരിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഈ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ മുതൽ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന മാന്യൻ വരെ പറയുന്നത് എന്താണ്? വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ ഞങ്ങൾ വായിച്ചിട്ടില്ല. അവനെ കുറിച്ച് നീ അന്വേഷിച്ചോ? പിന്നെ എല്ലാം കിട്ടി. എങ്കിൽ പറയടാ. ആരാണ് ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ധാരണയുള്ള ആദരണീയനായ കോൺഗ്രസിന്റെ CWC മെമ്പർ, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ്. കോൺഗ്രസിന്റെ മുഖപത്രം ഇന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറയുന്നത് ആരാണ്? നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ ഒന്നും അല്ല പറയുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CWC അംഗമാണ് പറയുന്നത്. അങ്ങിപ്പോ സൂചിപ്പിച്ച സാമൂഹ്യ മാധ്യമങ്ങളെ അതേ ആൾക്കൂട്ട അടിമ സംഘം
ഏതോ നക്കാപ്പിച്ച കൈപ്പറ്റിയിട്ട് കേരളത്തിൽ അന്തസ്സും ആഭിജാത്യവുമുള്ള കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കാനും ഭർസിക്കാനും നടക്കുന്ന ആൾക്കൂട്ട സംഘം, ആ ആൾക്കൂട്ട സംഘത്തിന് ഒരു പത്രമുഖമായി ഇന്ന് വീക്ഷണം മാറിയിരിക്കുന്നു. എന്ത് നേടാ കുറെ നേരമായല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളം കണ്ടിട്ടുള്ള കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ലാത്ത ഒരു ആഗോള അധമനെ ന്യായീകരിക്കുവാൻ ബൈബിൾ വാചകത്തെ കടമെടുത്തിരിക്കുന്നു. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ യഥാർത്ഥത്തിൽ ഇത് ക്രിസ്തുമത വിശ്വാസികളെന്ന് മാത്രമല്ല, അന്തസ്സുള്ള ലോകത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും അപമാനകരമായ ഒരു പ്രവർത്തിയല്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖപത്രം ചെയ്തിട്ടുള്ളത്? എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ചെറിയ നേതാവ് മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ വലിയ നേതാവ് വരെ പറയുന്നു, അയ്യോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല കേട്ടോ, ഞങ്ങൾ ഈ വീക്ഷണം കണ്ടിട്ടില്ല, ഞങ്ങൾ ഈ വീക്ഷണം വായിച്ചിട്ടില്ല, ഞങ്ങളുടെ വീക്ഷണം ഇങ്ങനെയല്ല ഇത്യാദിയുള്ള പ്രതികരണമാണ് നമ്മളുടെ മുമ്പാകെ പണം പടർത്തുന്നത്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ കണ്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഇമാതിരി ഉരുണ്ട് കളിക്കൽ പോലും ആർക്കുള്ള സത്യവാങ്മൂലമാണ്? കേരളത്തിലെ കോൺഗ്രസിനെ ഇതിനോടകം ഹൈജാക്ക് ചെയ്തിട്ടുള്ള ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്, ആ ഗ്യാങ്ങിനുള്ള സത്യവാങ്മൂലമാണ്. കുറെ നേരം തുടങ്ങിയിട്ട് ഞാൻ ഒറ്റ ചോദിച്ചെന്നിട്ടല്ലോ. ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? മറ്റൊരു കാര്യം പറയാം. ഇ.പി. ജയരാജന്റെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബൈക്ക് മുകേഷിന്റേത് നാളുകൾക്ക് മുന്നേ നടന്ന സംഭവം. സിനിമയും രാഷ്ട്രീയവും വേറെയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് സിനിമയുടേതായുള്ള ചില പ്രത്യേകതകളുണ്ട്. സിനിമയും സിനിമാ ലോകത്തുള്ള കാര്യവും ചർച്ച ചെയ്യുമ്പോൾ അത് പറയാമെന്ന് ഇ.പി. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, ഇ.പി. ജയരാജന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒന്ന് ആലോചിക്കണം. അത് ഏത് വിധേനയും ഇവിടെ സ്ത്രീകൾ വർക്ക് ചെയ്താലും അവർക്ക് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സ്വാതന്ത്ര്യവും നടപടികളും നിലപാടുകളും വേണ്ടേ എന്നുള്ളതാണ്. അതോ അവരവിടെ പീഡിപ്പിക്കപ്പെട്ടോട്ടെ എന്നാണോ ഈ ഇ.പി. ജയരാജൻ പറഞ്ഞത്? അവനെ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ കേട്ടോ. ജയ്ക്ക് അതിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി അതിനകത്ത് നടപടികൾ എടുത്തൊക്കെ പോട്ടെ, നിലപാടുകൾ എടുത്തു പോട്ടെ, ജയ്ക്ക് ഒരു യുവജന പ്രതിനിധി എന്ന രീതിയിൽ ഈ ഒരു ചെറുവിരൽ അനക്കുവാൻ ജയ്ക്കിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അത് ഏത് പോട്ടെ, ഒരു പത്രത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാൻ ജയിക്കിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇനി അതൊന്നുമല്ലാതെ മുകേഷിനെ പറ്റി എന്താണ് ജയിക്കിന്റെ അഭിപ്രായം? അല്ലെങ്കിൽ പി ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസറായി ഇരുന്നപ്പോൾ ലൈംഗിക ആരോപണത്തിൽ വിധേയനായിട്ടുള്ള മനുഷ്യരെ എന്തെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു നടപടികൾ, ഒരു നിലപാടുകൾ സ്വീകരിക്കുവാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. AISF നേതാവായിട്ടുള്ള പെൺകുട്ടിക്കെതിരെ ലൈംഗിക പരമായിട്ടുള്ള അതിക്രമം നടന്നപ്പോൾ ഒരു യുവജന പ്രതിനിധിയായിരുന്നല്ലോ താങ്കൾ. പോട്ടെ, ഒരു പത്രത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ചെറുവിരൽ അനക്കുവാൻ, അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു തരത്തിൽ ചെയ്തത് തെറ്റായി പോയി എന്ന് ജയ്ക്ക് അന്ന് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പോ കോൺഗ്രസിനെ നീതിയും ന്യായവും ധാർമ്മികതയും ഒന്നും പഠിപ്പിക്കുവാൻ ഇവിടെ LDF വരണ്ട, CPM വരണ്ട. നീ വെറുതെ ആവശ്യമില്ലാതെ കാരണം കഷ്ടപ്പെടണ്ട. ചെല്ലേ എത്രയോ കാര്യങ്ങൾ പി ശശി അടക്കമുള്ള, മുകേഷ് അടക്കമുള്ള, ഇനി ഗണേഷ് കുമാർ ആയിട്ടുള്ള നിങ്ങളുടെ മന്ത്രി അടക്കമുള്ള എത്രയോ ആളുകൾക്കെതിരെ ലൈംഗിക ആരോപണം നേരിട്ടപ്പോഴും ചേർത്ത് പിടിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് CPM എന്നുള്ളത്.